ആറന്മുള വള്ളസദ്യ വളരെ പ്രസിദ്ധമായ ഒന്നാണ്. ആറന്മുള വള്ളസദ്യ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുൻകൂർ ബുക്ക് ചെയ്ത് വള്ളസദ്യയിൽ പങ്കെടുക്കാൻ അവസരമുണ്ടെന്ന് നേരത്തെ വലിയ രീതിയിൽ വാർത്ത വന്നിരുന്നു. ആളുകൾക്കിടയിൽ നിന്ന് ഇതിന് വലിയ സ്വീകാര്യതയും ലഭിച്ചിരുന്നു. എന്നാൽ വള്ളസദ്യയിലെ ഈ മുൻകൂർ ബുക്കിംഗിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പള്ളിയോട സേവാസംഘവും തമ്മിൽ ഇടഞ്ഞിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് വള്ളസദ്യയെ വാണിജ്യവൽക്കരിക്കുന്നുവെന്നാണ് പള്ളിയോട സേവാ സംഘത്തിന്റെ ആരോപണം. എല്ലാ ഞായറാഴ്ചയും വള്ളസദ്യ നടത്താനുള്ള ദേവസ്വം ബോർഡ് തീരുമാനത്തിനെതിരെ പള്ളിയോട സേവാ സംഘം കത്ത് നൽകി. ദേവസ്വം ബോർഡിന്റെ ഇടപെടൽ ആചാരലംഘനമാണെന്നും കത്തിൽ പള്ളിയോട സേവാ സംഘം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാലങ്ങളായി ആറന്മുള വള്ളസദ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് പള്ളിയോട കരകളുടെ കൂട്ടായ്മയായ പള്ളിയോട സേവാ സംഘമാണ്. പള്ളിയോട സേവാ സംഘത്തിനെയാണ് വഴിപാട് വള്ളസദ്യ നടത്താൻ വേണ്ടി ബന്ധപ്പെടേണ്ടത്. എന്നാൽ ഞായറാഴ്ചകളിൽ ദേവസ്വം ബോർഡ് നടത്തുന്ന വള്ളസദ്യയിൽ താല്പര്യമുള്ളവർക്ക് 250 രൂപ അടച്ച് ബുക്ക് ചെയ്യാമെന്നുള്ളതാണ് പുതിയ തീരുമാനം. ഇതിനെതിരെയാണ് പള്ളിയോട സേവാ സംഘം രംഗത്ത് വന്നിട്ടുള്ളത്. ഇത് ആചാരാനുഷ്ഠാനങ്ങളുടെ ലംഘനമാണെന്നും പള്ളിയോട സേവാ സംഘം നടത്തുന്നത് പോലെയല്ല ദേവസ്വം ബോർഡ് നടത്താൻ പോകുന്ന വള്ളസദ്യയെന്നും പള്ളിയോട സേവാ സംഘം വാദിക്കുന്നുണ്ട്. ഇതിൽ പള്ളിയോടങ്ങൾ പങ്കെടുക്കാത്തതിനാൽ 250 രൂപ വാങ്ങിക്കൊണ്ടുള്ള ഒരു വാണിജ്യ താൽപര്യമാണ് ഇതിന് പിന്നിലെന്നും ആരോപണമുയരുന്നുണ്ട്. ദേവസ്വം ബോർഡ് തങ്ങളുമായി കൂടിയാലോചന നടത്തിയിട്ടില്ലെന്നും പള്ളിയോട സേവാ സംഘം ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്.